ചന്തി കണ്ടോണ്ട് നാണം വിചാരിക്കണ്ടോ. ഇത് 2016 നമ്മുടെ അന്നത്തെ MLA MP വിൻസെന്റ് നേതൃത്വത്തിൽ മൈസൂര് മോഡലിലുള്ള ലൈറ്റ് ആൻഡ് മ്യൂസിക് ഫൗണ്ടേഷൻ, വാട്ടർ ഫൗണ്ടേഷൻ, നല്ല രീതിയിൽ ആളുകൾക്ക് വൈകുന്നേരം ആസ്വദിക്കാൻ പറ്റിയ സംവിധാനം എല്ലാം കൂടി അപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുവട്ടം ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ രാജേട്ടൻ വന്ന് MLA കടന്നു വന്നപ്പോഴോ ആളുകളെ തിരക്കാതെ ആ സാധനങ്ങൾ ഒഴിവാക്കി. കുഴപ്പമില്ല, ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വഴി മുഴുവൻ ബ്ലോക്കാണ്, വഴിക്ക് മോശമല്ലേ. പിന്നെ കൂടാണ്ട് ഇവിടെ ഒരു ആന ഇറങ്ങുകയാണ്, ആനയുടെ ചവിട്ടിയിട്ട് ആൾക്കാർ മരിക്കാൻ നിൽക്കേണ്ട നല്ലൊരു കാര്യമാണ്. അതൊക്കെ നമുക്ക് രാജ്യത്തിന് നല്ല കാര്യമായിട്ട് തന്നെയാണ് നമുക്കത് തോന്നുന്നത്. ഫൗണ്ടേഷനിലേക്ക് ഇപ്പോൾ ഡാം ഇവിടെ നിന്നോളൂല്ലോ, അത് നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അതായത് ഇരിപ്പിടം, നമ്മുടെ ഇരിപ്പിടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഹരിത പ്രോട്ടോകോൾ സംബന്ധിച്ചുള്ള ഇരിപ്പിടാണ്. അതായത് ചൂടുകാലത്ത് മനുഷ്യന് ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ചൂടേൽക്കാതിരിക്കുന്നതിന് വേണ്ടി ചുറ്റിനും ഇങ്ങനത്തെ കാട് പിടിച്ച് നിൽക്കുന്ന ചെടികൾ, ഇരിക്കുന്ന ഇരിപ്പിടത്തിനടിയിലായിട്ടുള്ള ചെടികൾ, അതാണ് ഇപ്പോൾ ഒരു 2016 ശേഷം ഇവിടെ കണ്ടുവരുന്നത്. അതുകൊണ്ട് ചൂടുകാലത്ത് ഇവിടെ ഇരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. നല്ലൊരു കാര്യമായിട്ടാണ് പി ചിരാമതി ഇതിനെപ്പറ്റി നമ്മളത് എല്ലാവരും പറയണത്. എല്ലാവരും വന്ന ആളുകളുടെ അഭിപ്രായമാണ് കാട് പിടിച്ചാൽ ചൂടേൽക്കില്ല എന്നാണ് വന്നപ്പോഴത്തേക്ക് പറയണത്. അത് തന്നെയല്ല, നമ്മുടെ ചെയറുകള് നല്ല അടിപൊളി ഹൈടെക് ലെവലിലൊക്കെയാണ് പണിതേക്കണേ. പക്ഷെ ഇതിന് ഇരിക്കാനുള്ളൊരു സുഖം ഉണ്ടല്ലോ, അതും ഭയങ്കര ഫീലാണ്. ഹരിതചട്ടം പാലിച്ചിട്ടുള്ള ഇരിപ്പിടം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാർഡന്റെ പ്രത്യേകത നമ്മുടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അണലി, മൂർഖൻ, ചേനത്തണ്ടൻ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളെ നേരിട്ട് കാണാൻ മനുഷ്യർക്ക് അവസരം ലഭിക്കുക എന്നുള്ളതാണ് അവരെ പറ്റി ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അവരായിട്ടുള്ള പേടിപ്പിക്കുന്ന, നമുക്കെല്ലാവരും പേടിയുള്ള പാമ്പെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പേടികളൊക്കെ മാറ്റാൻ പറ്റും ഇങ്ങനെ ഇഴജന്തുക്കളായിട്ടുള്ള. അതാണ് അതിന്റെ താവളായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ നല്ലതാണ് ഈ ഡാം. ഇപ്പൊ കുറച്ച് നല്ല കാര്യങ്ങളല്ലേ, അതൊക്കെ നല്ലൊരു സംഭവമാണ്. പീച്ചി ഡാമിലെ വെള്ളം എന്റെ പൊന്നെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അധികം വെള്ളം വന്നത്. എന്തായിരുന്നു ഇവിടെ വെള്ളത്തിന്റെ ലെവല്, പേടിച്ചു കുറച്ചാണ് ഇവിടെ ജനങ്ങൾ നിന്നത്. അതില് ദുരിതം അനുഭവിക്കാൻ കുറെ പാവപ്പെട്ട മനുഷ്യന്മാർ. ഇതുവരെ അവർക്കൊരു നഷ്ടപരിഹാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിലൊക്കെ നീ ഇടപെടണം. അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ പ്രളയം പോലത്തെ സംഭവമല്ലേ പറയണത് അനപ്പെട്ട. എന്ന് വെച്ചാലേ ഷട്ടർ തുറക്കാനുള്ള ലിവർ കാണാനുണ്ടായിരുന്നില്ല. അപ്പൊ മെഴുകുതിരി വാങ്ങിക്കാൻ പോയി. മെഴുകുതിരി വാങ്ങിക്കാൻ പോയിട്ട് വന്ന ആ സമയം കൊണ്ട് നാടിനെ മുഴുവൻ പ്രളയത്തിലാക്കി. മനസ്സിലാവണ്ട, നാട് മുഴുവൻ പ്രളയത്തിലായി. അതുകൊണ്ട് അതിന് പറ്റിയ കരുത്തുറ്റ വെളിച്ച സംവിധാനങ്ങളാണ് 2016 മുതൽ നമ്മുടെ ഈ ഡാമിലുള്ളത്. എടുത്ത് പറയണം. കാരണം വെളിച്ചമില്ല, മെഴുകുതിരി മേടിക്കുമ്പോൾ ആരും കുറ്റം പറയാൻ പറ്റും. ആ സമയം വെള്ളം കൂടി പ്രളയത്തിലായി. നമുക്ക് രാജേട്ടൻ നമ്മുടെ MLA കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, അതുകൊണ്ട് ഇപ്പൊ ഇവിടെ കണ്ടില്ല. ഇവിടെ ഗുണം എന്താ വെച്ചാൽ ഈ പറഞ്ഞല്ലേ, നമ്മുടെ കഞ്ചാവ് ലഹരി മാഫിയകൾക്കൊക്കെ അവർക്ക് പറ്റിയ താവളം തന്നെ പീച്ചി ഡാമിന്റെ ഇങ്ങനത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ. അതിപ്പോ എന്താ കുഴപ്പമെന്നേ, ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ വരുന്ന ഡാം വരുന്നു കാണുന്നു, എന്തെങ്കിലും കണ്ടു പോകുന്നു, കണ്ടില്ലേ. ഇത് എവിടെ കാണാൻ പറ്റും? ഇന്ത്യയിൽ, കേരളത്തിൽ കാണാൻ പറ്റും, ഇവിടെ ഇന്ത്യയിൽ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ MLA കെ രാജേട്ടൻ, മന്ത്രി രാജേട്ടന്റെ മിടുക്കാണ്, വികസനമാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷൻ വരെ അടിച്ചു പോകുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപാദന കേന്ദ്രമായ ചെറുകിട ജലവൈദ്യുത ഉൽപാദന കേന്ദ്രം പീച്ചിയിൽ 2016 തുടങ്ങിയതായിരുന്നു. അന്ന് MP MLA ആയിരുന്നു, UDF ഭരണകാലഘട്ടമായിരുന്നു. ആര്യാട് മുഹമ്മദ് വൈദ്യുതി മന്ത്രിയുടെ സമയത്ത് ചെയ്തതാണ്. അതൊക്കെ ഇപ്പൊ ഒരു കഥയില്ല. ഇവിടെ വെറുതെ കുറച്ച് വെള്ളം തുറന്ന് വിടാന്നല്ലാണ്ട് നാട്ടുകാർക്ക് ഉപകാരത്തിൽ വിടുന്നില്ല. ഒരു നിലയ്ക്കും അത് നല്ലതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കറണ്ട് ബില്ലും കൂടി ഒടുക്കത്തെ കാശാണ്. ഇവിടെ നിന്ന് അടുത്തുനിന്ന് കിട്ടിയാലും കറണ്ടിന് മിനിമം കാശിന് കൊടുത്താൽ പോരല്ലോ. എന്തായാലും അകലുന്ന് വരണമല്ലോ. നമുക്ക് അകലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കറണ്ട് ബില്ലിന് നമുക്ക് കുറവൊന്നുമില്ല. ഞങ്ങളുടെ അത് വലിയ പ്രശ്നമായിട്ടൊന്നും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളെ സംബന്ധിച്ച് അതൊന്നും ബാധകമായിട്ട് തോന്നുന്നില്ല. അത് രാജേട്ടനെ സമ്മതിച്ചേ പറ്റും. നമുക്ക് നല്ലൊരു കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ സോളാറാണ് കേട്ടോ. പണ്ട് നമ്മൾ വരുന്നത് ഡാം ഒരു സന്തോഷമായിട്ട് നമ്മൾ വരും. ഇപ്പൊ വൃത്തിയില്ല, വെറുപ്പില്ല, അവിടെയൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞ് കിടന്ന്
അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ, അത് കയറി കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ ഈ ഫ്രണ്ട് ഭാഗം മാത്രം വൃത്തിയാക്കിയിട്ടുള്ളൂ. ഞാൻ ബാക്ക് സൈഡൊക്കെ നോക്കി ആകെ പുല്ല് പൊത്തി ഒരു പാമ്പ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ പിള്ളേരോട് പ്രത്യേകം പറയുന്നുണ്ട് അവർ കയറണ്ട. നേരത്തെ നമുക്ക് അറ്റം വരെ പോയായിരുന്നു, ഇപ്പൊ കാര്യമില്ല. ഇത് മനസ്സിലായില്ലേ, നമ്മുടെ പീച്ചി മറ്റേ ഡാമിന്റെ ഇതായിട്ട് സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗമാണത്. നമ്മുടെ 2011-16 കാലഘട്ടത്തില് കോൺഗ്രസ് വികസിപ്പിച്ചെടുത്ത ഒരു സ്വിമ്മിംഗ് പൂളാണത്. ഇപ്പോ നിലവിൽ ഇതിന്റെ അവസ്ഥ നമ്മുടെ രാജേട്ടൻ ഭയങ്കരമായിട്ട് കൊണ്ടു നടന്നൊരു അവസ്ഥയാണത്. അപ്പൊ അതിനെ കുറിച്ച് എന്നിട്ട് പറയാനുള്ളത് എന്താണ് ഇവിടുത്തെ അവസ്ഥകൾ നോക്കി. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പണ്ടൊക്കെ നമുക്ക് മറ്റേ സ്വിമ്മിങ്ങിന്റെ ഇത് പരിപാടികളും കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിള്ളേർക്ക്. നീന്തൽ പഠിക്കാനും പരിശീലനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കൂടി കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു നീന്തൽ മത്സരം മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വെച്ചിട്ടില്ല. അപ്പോ രാജ്യത്തിന്റെ വികസനങ്ങള് ഒന്ന് ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ. അപ്പൊ അതൊന്ന് ജനങ്ങൾ അറിയട്ടെ, അതിന്റെ കാര്യങ്ങളൊന്നും പറയും. 2011-16 കാലത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടം, വികസന പെരുമഴയുടെ കാലഘട്ടം, MP MLA കാലഘട്ടം. പക്ഷെ ആ കാലഘട്ടത്തിലേക്ക് വെച്ച് നോക്കുമ്പോ അന്നൊരു ജനത്തിരക്കായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അടച്ചുപൂട്ടിയിട്ടോണ്ട് ഇവിടെ ആരും അപകടത്തിൽ പെടുമെന്ന് ആർക്കും നോക്കണ്ട, അയൽവക്കാർക്ക് സമാധാനമുണ്ട്. ഒരു ദിനക്ക് നല്ലതാണ് അത്. നമ്മുടെ നാട് ടെൻഷൻ ഇരി ഭാഗം ഒഴിച്ചുവിട്ടെ, അല്ലെങ്കിൽ ആരും ചാടോ മരിക്കോ ടെൻഷനാണ്. രാജേട്ടന്റെ വികസനങ്ങൾ അങ്ങനെയൊക്കെ നടക്കട്ടെ. എന്തായാലും ഇപ്പൊ 9 കൊല്ലായില്ലേ, മന്ത്രിയും കൂടിയാണ്. നമുക്ക് ആളെ കുറ്റം പറയാൻ പറ്റും, നല്ല കാര്യമാണ്. ഇങ്ങനെ കിടക്കട്ടെ, കാടൊക്കെ പിടിച്ച് കിടക്കുമ്പോ അകത്ത് കയറാൻ പറ്റില്ല. ഈ കോളി ബാക്ടീരിയ എന്ന സംഭവം വെറുതെ നിന്നവരാ വണ്ടി കൊണ്ട് സംഭവം, അതിന് വെറുതെ നിന്നാ കയറി പിടിക്കുന്ന സംഭവം മാറി. അതിന് സുരക്ഷ നല്ലൊരു കാര്യമാണ്. രാജേട്ടന്റെ വികസനം കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് നേടേണ്ട ഒരു വികസനമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അവര് എന്തായാലും ജനങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജൻ മന്ത്രിക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഈ സമയത്തല്ലേ. അത്രയധികം ചെയ്യണ ഒരു വികസനങ്ങൾ ചെയ്യുന്ന ഒരു ജനനായകനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഒല്ലൂരിന് MLA കെ രാജേട്ടന്റെ വികസനങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വികസനത്തെ പറ്റി നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജി പിഞ്ചോയി സംസാരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, തൃശ്ശൂർ ജില്ലയിലെ ഈ പട്ടണങ്ങളിൽ മൊത്തം കുടിവെള്ളം കൊണ്ടുപോകുന്നത് ഈ പീച്ചി ഡാമിൽ നിന്നാണ്. എല്ലാം രീതിയിലും കൊണ്ടുപോകുന്നത് പീച്ചി ഡാമാണ്. ആ പീച്ചി ഡാമാണ് ഇപ്പോ 2016 നമുക്കെല്ലാവർക്കും അറിയാം, അന്ന് MLA വിൻസെന്റ് ആയിരുന്ന സമയത്ത് ആ വികസനങ്ങൾ ഒരുപാട് നടത്തിയിരുന്നു. പീച്ചി ഉത്സവമായാലും മറ്റെല്ലാ കാര്യങ്ങളും നല്ല ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഇപ്പോ കെ രാജൻ ചെയ്യുന്ന നല്ലൊരു വികസനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾ വരുമ്പോൾ ഇവിടെ റോഡ് ഗതാഗതം ഇല്ല. റോഡ് ഗതാഗതത്തില് എന്നും തടസ്സവും കാര്യങ്ങളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ പീച്ച് ഉത്സവമോ മറ്റൊന്നുമില്ല. അത് കാരണം എല്ലാ രീതിയിലും വികസനം നടത്തിയ കെ രാജന് വീണ്ടും യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് 1000 അഭിവാദ്യങ്ങൾ ഇപ്പോഴും ഞാൻ നേരുകയാണ്. 2016 മുതൽ 24 കഴിഞ്ഞ് 25 തുടക്കമായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 9 വർഷ കാലഘട്ടം ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പെരുമഴ തല്ലിക്കിടത്തിയ കാലഘട്ടമാണ് കെ രാജൻ എന്ന് പറഞ്ഞ MLA റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. പീച്ചി ഡാമിന്റെ അവസ്ഥയെ നമ്മൾ കണ്ടു. അതുമാത്രമല്ല, നിരവധിയായിട്ടുള്ള വികസന മേഖലകളിലേക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന സാഹചര്യം മന്ത്രിയായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ മന്ത്രി ഇനിയും തുടരുമ്പോൾ ഇനി ഒരു കൊല്ലം കൂടിയുള്ള ഈ കാലഘട്ടത്തിൽ അദ്ദേഹം തുടരുന്നതിൽ ഒരു അർത്ഥമില്ലെന്നാണ് ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്.